എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് വരാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, കൃഷ്ണപ്രഭ എന്ന് പറയുന്ന സീരിയലൊക്കെ അഭിനയിച്ചിട്ടുള്ള സീരിയൽ ആർട്ടിസ്റ്റാണ്, സിംഗറാണെന്നൊക്കെ പറയുന്നു. ഞാൻ അവരുടെ പാട്ടൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ത്രീ വന്നിട്ട് ഡിപ്രഷനെ പറ്റിയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് കേട്ടിട്ട് വരാം. എപ്പോഴും പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെയോ കുറെ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയൂ, പണ്ടത്തെ വട്ട് തന്നെ, പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ പേരിട്ടത് മാത്രം. അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ? ഈ പണിയൊന്നും ഇല്ലാത്തോണ്ടാ. എപ്പോഴും മനുഷ്യൻ ബിസി ആയിരുന്ന കുറെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. ഇപ്പൊ ആൾക്കാർ എപ്പോഴും പറയുന്നേക്കാം ഭയങ്കര ശരിക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാല് ഇവളുമാർക്കൊക്കെ നല്ലൊരു മറുപടി കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ, നമ്മളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ആയിട്ടൊക്കെ ഇരുന്നിട്ട് ഒരു അർത്ഥവും ഇല്ലാണ്ടായി പോകും. ശരിക്കും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിന്റെ ഈ ഇളി ഉണ്ടല്ലോ, നിന്റെ ഈ ഇളി കുക്കു കുക്കു എന്നുള്ള ഈ ഒരു ഇളി ഉണ്ടല്ലോ, ഭയങ്കര ബോറായിട്ടുണ്ട് കേട്ടോ. നിന്റെ പെറ്റ അമ്മയ്ക്ക് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ നീ വട്ടെന്ന് പറഞ്ഞ് ചിരിക്കോടി ഇതുപോലെ? നീ ചിരിക്കോ ഇതുപോലെ? നിനക്ക് ചിരിക്കാൻ കഴിയില്ല. നിനക്കൊരു ഭർത്താവ് ഉണ്ടെന്ന് വെച്ചോ, ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഇതുപോലെ അട്ടഹസിക്കുന്ന ഇത്രയും വിവരദോഷിയായിട്ടുള്ള ഒരുത്തീരെ കൂടെ എങ്ങനെ ജീവിക്കാനാണ്? അയാളുടെ ജീവനും കൊണ്ട് ഓടും പണ്ടും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവളോട് എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നീ ഏത് കോപ്പിലെ ആർട്ടിസ്റ്റ് ആണെങ്കിലും, നീ വലിയ സിംഗർ ആണെങ്കിലും, അതിനപ്പുറത്തെ ഏതവളാണെങ്കിലും എനിക്കൊരു കോപ്പുമില്ല. പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും. എടി, നിനക്ക് നാണമുണ്ടോ? എത്രയോ ആളുകൾ ഡിപ്രഷൻ മൂലം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാമോ? എന്താണ് ഡിപ്രഷൻ എന്ന് നിനക്കറിയാമോ? എന്ത് സാഹചര്യത്തിലാണ് ഈ ഒരു അസുഖം വരുന്നതെന്ന് നിനക്കറിയാമോ? ആദ്യം നീ പോയി ആദ്യം ഗൂഗിളൊക്കെ എടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, എന്താണ് ഡിപ്രഷൻ, ഇത് എങ്ങനെയാണ് വരുന്നതെന്ന്. അല്ലാണ്ട് ചുമ്മാതെ വീട്ടിൽ കയറി ഇരുന്നിട്ട് ഒരു ജോലിയും ചെയ്യാതെ തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറുന്നത് കൊണ്ടല്ല ഈ ഒരു പോക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് വരുന്ന ഒരു അസുഖമേ അല്ല ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം. മൂഡ്സ്, ഡിപ്രഷൻ, അത് പണ്ടത്തെ വട്ട് തന്നെന്ന്. എടി, നിനക്കൊക്കെ 10 പൈസയുടെ വിവരമുണ്ടോ? എടി, നിനക്കൊക്കെ എന്തെങ്കിലും ബോധമുണ്ടോ? സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിനക്ക് ഇങ്ങനെ അട്ടഹസിക്കാൻ തോന്നുന്നു. നീ ഈ അസുഖമുള്ള ആളുകളെ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. എന്തിനു കൂടുതൽ പറയുന്ന തിരുവനന്തപുരത്തുള്ള ഒരു പേരൂർക്കട, ഊളംപാറ എന്ന് പറയുന്ന മെൻ്റൽ ഹോസ്പിറ്റലുണ്ട്. നീ അവിടേക്ക് ചെല്ല്. നീ അവിടെ ചെന്ന് നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്താണ് ശരിക്കുമുള്ള ഡിപ്രഷൻ എന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാവും. അല്ലാണ്ട് ഇപ്പോൾ ഒന്നും മനസ്സിലാവാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ ഇരുന്ന് ചിലയ്ക്കുന്നത്. നിനക്ക് നാളെ ഇത് വരില്ല എന്നെന്തെങ്കിലും ഉറപ്പുണ്ടോ? എടി, എല്ലാവർക്കും വരും ഇതുപോലെയുള്ള അസുഖങ്ങളെല്ലാം. അസുഖങ്ങൾ ആർക്കും വരില്ല എന്നൊന്നും കരുതണ്ട. പണ്ടുള്ളവർ പറയും, പണ്ടൊക്കെ പയ്യെ എന്ന് പറയും. ഇപ്പോഴൊക്കെ കൂടെ തന്നെയാണ് കൊടുക്കുന്നത്. പണ്ടത്തെ പോലെ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവം ഇന്നത്തെ ദൈവങ്ങൾക്കില്ല. നിനക്കത് വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ പൊന്നുമോളെ നീ താങ്ങില്ല. ഒരുപാട് ആളുകളെ എനിക്കറിയാം ഇതുമൂലം കഷ്ടപ്പെടുന്ന ആളുകളെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖം നിനക്ക് വരാത്തതിൽ നീ ദൈവത്തോട് നന്ദി പറയടി, വൃത്തികെട്ടവളെ. നീ എത്ര മേക്കപ്പ് ഇട്ടിട്ട്, നീ എത്ര കക്ക എന്ന് പറഞ്ഞ് ചിരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെയൊക്കെ മനസ്സ് നിറയുള്ളത് വിഷമാണ്. എന്നിട്ട് ഇവള് പിന്നീട് വന്നിട്ട് ഒരു വീഡിയോയിൽ വന്നിട്ട് ഇതിന്റെ മറുപടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു മറുപടി നമുക്കൊന്ന് കാണാം. പറയൂ, പണ്ടത്തെ വട്ട് തന്നെ, പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ പേരിട്ടത് മാത്രം. ഒന്നാമത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ട് ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല. ഈ ഇപ്പോ കിടന്ന് ഈ കോലാഹലം ഉണ്ടാക്കുന്ന പലരും ആ ഇന്റർവ്യൂ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല. അതിന്റെ ആ ഒരു പോർഷൻ പോലും കണ്ടിട്ടില്ല. ഒന്നാമത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ട് ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല. ഈ ഇപ്പോ കിടന്ന് ഈ കോലാഹലം ഉണ്ടാക്കുന്ന പലരും ആ ഇന്റർവ്യൂ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല. അതിന്റെ ആ ഒരു പോർഷൻ പോലും കണ്ടിട്ടില്ലേ? എടി, നീ കൂടുതൽ ന്യായീകരിക്കണ്ട. നീ പറഞ്ഞ വീഡിയോ മൊത്തത്തിൽ കാണാത്തത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്തതെന്ന്. എടി, ഇനി നീ പറഞ്ഞ നിന്റെ വീഡിയോ ഇരുന്ന് മറ്റുള്ളവരിരുന്ന് കുത്തിയിരുന്ന് കണ്ട് നിനക്ക് വ്യൂസും കൂടെ ഉണ്ടാക്കി തരണോ? നീ കയറി ഇരുന്ന് ചിലച്ച ചാനലിന് വ്യൂസ് ഉണ്ടാക്കി തരണമെന്നാണോ നീ പറയുന്നത്? അതാണോ നീ ഉദ്ദേശിക്കുന്നത്? എടി, എന്താണെങ്കിലും നീ പറഞ്ഞ കാര്യം ഒന്ന് തന്നെയല്ലേ?
നീ പറഞ്ഞത് ഇപ്പോഴത്തെ ഡിപ്രഷനും പണ്ടത്തെ വട്ട് തന്നെ എന്ന് പറഞ്ഞല്ലേ നീ ചിരിച്ചത്. എത്രയോ മനുഷ്യരെ, എത്രയോ ലക്ഷക്കണക്കിന് ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളെ അപമാനിക്കുകയല്ലേ നീ ചെയ്തത്. നീ ഈ പറഞ്ഞതിലേ നിനക്ക് ഒരു കുറ്റബോധവും ഇല്ല. എടി, വിവരം എന്ന് പറയുന്ന ഒരു സാധനം തൊട്ടടുത്തൂടെ പോവാത്തതിൻ്റെ പ്രശ്നമാണിത്. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, അതുപോലെ സെലിബ്രിറ്റി എന്ന് സ്വയം അഹങ്കരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കുറച്ചെങ്കിലും വകതിരിവ് വേണം, മനസ്സിലായോ? മറ്റുള്ളവരുടെ മനസ്സറിയാനായിട്ട് സാധിക്കണം. ഒന്നും പറ്റാതെ എന്ത് പറഞ്ഞാലും കിക്കി കിക്കി കി എന്ന് പറഞ്ഞിരുന്ന് ചിരിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് ഇവള് പറയുന്ന കേട്ടില്ലേ, ഇവളെ അമ്മ ഇവളെ വളർത്തിയത് കൊണ്ടാണ് ഇവള് നല്ല രീതിയിൽ ഇതുപോലെ വളർന്നു വന്നതെന്ന്. അതൊന്ന് കേട്ടിട്ട് വരാം. തിരിച്ചു തന്നെ എപ്പോഴും. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫീൽഡിലുള്ള പല സീനിയർ ആർട്ടിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്, കൊള്ളാം, നിന്നെ വളർത്തിയവരിലാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് അമ്മേനെ എപ്പോഴും എല്ലാവരും പറയും. കാരണം നല്ല പാരന്റിങ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ പിള്ളേർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനായിട്ട് പരിചയമുള്ളവരാരും എടി, ഇതുപോലെയാണോ നിന്റെ അമ്മ നിന്നെ വളർത്തിയത്? വളരെ മോശമായിപ്പോയി. ഇത്രയും വൃത്തികെട്ട മനസ്സുള്ളൊരു മകളെയാണല്ലോ അവർ വളർത്തി വലുതാക്കി എടുത്തത്. അല്ലെങ്കിൽ ഇത്രയും വൃത്തികെട്ട മനസ്സിന് ഉടമയായിട്ടാണല്ലോ നിന്നെ അവർ വളർത്തി വലുതാക്കി എടുത്തത്. അതുകൊണ്ട് ആ ഒരു അമ്മയ്ക്ക് ഒരു കുതിരപ്പവൻ തന്നെ കൊടുക്കണം കേട്ടോ, ഇത്രയും മനോഹരമായിട്ട് നിന്നെ വളർത്തിയെടുത്തത് കൊണ്ട്. എന്തൊരു വിശാലമായ മനസ്സാണെടി നിൻ്റേത്. വൃത്തികെട്ടവളെന്നല്ലാതെ നിന്നെ എന്താ വിളിക്കേണ്ടത്? ഇതിനേക്കാൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ ഇത്ര പരുഷമായിട്ട് ഇങ്ങനെ പറയുന്നതല്ല. സാധാരണ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കുന്നവരെ നല്ല പച്ചത്തെറി കമൻറ്റ് ബോക്സിൽ കൊടുക്കാറുണ്ട് എന്നല്ലാണ്ട് ഞാൻ വീഡിയോയിൽ ഞാനിങ്ങനെ സംസാരിക്കാറില്ല അധികം. പക്ഷെ നിന്നെ പറയാതിരുന്നാലുണ്ടല്ലോ എൻ്റെ മനസാക്ഷിക്ക് എന്നെ വേദന തോന്നും. കാരണം ഒരുപാട് ആളുകൾ ഡിപ്രഷൻ മൂലം കഷ്ടപ്പെടുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. മരുന്നും ഗുളിയും കഴിച്ച് ഉറക്കം തൂങ്ങി കണ്ണും മണ്ടേ അത്രയും കടുത്ത് ഒടുവിൽ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം ശരീരമെല്ലാം ചീർത്ത് വീർത്ത് കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ടടി. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സാധാരണപ്പെട്ട ഈ ഒരു അസുഖം കൊണ്ട് വിഷമിക്കുന്ന മനുഷ്യരുടെ നാവായിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. നിനക്ക് ദൈവം അത് വെക്കാതിരിക്കട്ടെ, നിൻ്റെ അമ്മയ്ക്കോ നിൻ്റെ ഫാമിലിയിലുള്ള ആർക്കും അത് തരാതിരിക്കട്ടെ. ആ ഒരു അസുഖത്തിൻ്റെ വേദന എന്താണെന്ന് നീ തിരിച്ചറിയാതിരിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. വലിയ ഗായികയാണെന്നോ ഞാൻ വലിയ സെലിബ്രിറ്റി ആണെന്നോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. ചുമ്മാതിരുന്ന് കിക്കി കിക്കി കി എന്നും പറഞ്ഞിരുന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആരും തുണിയില്ലാതെ നിൽക്കുന്നില്ലല്ലോ. നീ ഇങ്ങനെ നടന്ന് ചിരിക്കാനായിട്ട്, നീ ഇങ്ങനെ അട്ടഹസിക്കാനായിട്ട്. നിന്റെ മുന്നിലിരിക്കുന്ന പെൺകുട്ടി നന്നായിട്ട് വസ്ത്രം ധരിച്ചിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. പിന്നെ നീ എന്തിനിങ്ങനെ അട്ടഹസിക്കുന്നത്? നാണം കിട്ടവളെ.